പക്ഷിമുട്ട അവൻ വീട്ടിൽ കൊണ്ടുവന്ന അമ്മ കോഴി മുട്ടയ്ക്ക് അടവച്ചിരുന്ന കോഴിയുടെ അടിയിൽ മുട്ടയുടെ കൂട്ടത്തിൽ ഈ പക്ഷിമുട്ട കൂടെ വെച്ചു. കുറെ കഴിഞ്ഞ് കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വന്നപ്പോൾ പക്ഷിമുട്ടയും പിരിഞ്ഞു വന്നു. എന്ത് പക്ഷിയാണെന്നറിയാമോ? കഴുകനായിരുന്നു. കഴുകന്റെ മുട്ടയാ കിട്ടിയത്. വിരിഞ്ഞു വന്നത് കഴുകൻ കുഞ്ഞാ. 10 കോഴിക്കുഞ്ഞും ഒരു കഴുകൻ കുഞ്ഞും കൂടെ ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ തള്ളക്കോഴിയുടെ പുറകെ നടക്കുക. ഈ കഴുകൻ കുഞ്ഞിന്റെ വിചാരം, ഞാനും കോഴിക്കുഞ്ഞാ, ചിക്കിച്ചകയാനുള്ളവനാ, ഇവിടെ കൊത്തിപ്പെറുക്കാനുള്ളവനാ, എനിക്കധികം പറക്കാനൊക്കത്തില്ല. ആകാശത്ത് വട്ടമിട്ട് പറന്നൊരു കഴുകൻ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. 10 കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു കഴുകൻ കുഞ്ഞ് നിൽക്കുന്നു. കഴുകൻ വന്ന് പറഞ്ഞു, നീ കോഴിക്കുഞ്ഞല്ല, നീ ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് നടക്കാനുള്ളയാളല്ല, നീ ആകാശത്തേക്ക് പറന്ന് ഉയരാനുള്ളയാളാ. കഴുകൻ കുഞ്ഞിന് നാണം വന്നു. അത് പറഞ്ഞിട്ടില്ല, ഇല്ല ഞാൻ കോഴിക്കുഞ്ഞ്, അതാണ്ട എന്റെ സഹോദരങ്ങളായിരുന്നു, നോക്കി എന്റെ കോഴി തള്ളയാ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുക. കഴുകൻ പറഞ്ഞില്ല, ഇല്ല ഇല്ല, നിന്റെ ജന്മം വ്യത്യാസമാണ്, നിന്റെ ജീവിതം വ്യത്യാസമാണ്, നിന്നെക്കുറിച്ചുള്ള സൃഷ്ടാവിന്റെ ഉദ്ദേശം വ്യത്യാസമാണ്. നീ ഇങ്ങനെ ചകഞ്ഞ് കോഴിക്കുഞ്ഞായിട്ട് നടക്കാനുള്ള ആളല്ല. നിന്റെ ചിറകുകളിൽ ആ തൂവലുകൾ മുളച്ചുകൊണ്ടിരിക്കുക, നിന്റെ ചിറകുകളിൽ അതിന്റെ മസില് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക, നിന്റെ ചിറകുകൾ വലുതായിക്കൊണ്ടിരിക്കുക. ആകാശം കാണുമ്പോൾ പറക്കാനുള്ള മോഹം നിന്റെ അകത്ത് കൂടി വരും. നീ ആകാശത്തിന്റെ ഉയരങ്ങളിൽ പറന്നു കയറാനുള്ളവനാണ്. സന്ദേശം കഴുകൻ കുഞ്ഞിന് മനസ്സിലായി. കഴുകൻ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ അറിയും ഞാൻ കഴുകൻ കുഞ്ഞാണ്. ഒരു ദിവസം നിങ്ങൾ അറിയും ഞാൻ നിങ്ങളെ പോലുള്ള ആളല്ലെന്ന്. ഒരു ദിവസം നിങ്ങൾ അറിയും ഞാൻ പറക്കാനുള്ളവനാണെന്ന്. നിന്റെ ജന്മം വ്യത്യാസമാണ്. നീ ഇവിടെ ചിക്കിച്ചകിഞ്ഞ് നടക്കാനുള്ള ആളല്ല, നീ ആകാശം നോക്കി പറക്കാനുള്ളവനാണ്. അതിനുള്ള അഭിഷേകമാണ് നിന്റെ മേൽ ദൈവം പകരുന്നത്. ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കത്തില്ല, എന്റെ ദൈവം എനിക്കൊരു വ്യത്യാസം വരുത്തും.